ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ക്വാറന്റൈൻ ടീച്ചർ. ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. +1 ബയോളജി ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പഠിപ്പിച്ചത് വരെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുവരെ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പോയി കാണുക. അതിനുശേഷം ഇന്നത്തെ ഈ ക്ലാസ് കാണുക. അപ്പോൾ അതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കോ, അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തേക്കോ. ഈസി ആയിട്ട് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ബാക്കി ക്ലാസ്സിലോട്ട് പോകാം. മെക്കാനിസം ഓഫ് റെസ്പിറേഷൻ ആണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ മെക്കാനിസം ഓഫ് റെസ്പിറേഷൻ. അപ്പോൾ ഇവിടെ റെസ്പിറേഷൻ എന്ന് പറയുന്നത് മെയിനായിട്ട് 2 സ്റ്റെപ്പുകളാണ്. മെയിനായിട്ട് എന്തൊക്കെയാണ് സ്റ്റെപ്പ്? ആ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് ഇൻസ്പിറേഷൻ ആൻഡ് എക്സ്പിറേഷൻ. അതായത് ശ്വാസം നമ്മൾ അകത്തോട്ട് വലിച്ചെടുക്കുന്നത് ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഇൻസ്പയർ അല്ലെങ്കിൽ ഇൻഹെയിൽ എന്ന് പറയും. അല്ലാതെ ശ്വാസം പുറത്തോട്ട് കളയുന്നത് എക്സ്പിറേഷൻ അല്ലെങ്കിൽ എക്സ്ഹെയിൽ എന്ന് പറയും. അപ്പോൾ ഈ 2 പ്രോസസ്സ് നടക്കണമെങ്കിൽ അവിടെ മെയിനായിട്ടൊരു കാര്യം വേണം. എന്താണ് ആ കാര്യം? പ്രഷർ ഗ്രേഡിയൻറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ ഉണ്ടാവണം. ഗ്രേഡിയൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഡിഫറൻസ്. പ്രഷറിൻ്റെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഈ ഇൻസ്പിറേഷനും എക്സ്പിറേഷനും ഒക്കെ നടക്കത്തുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രഷർ ഗ്രേഡിയൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയും അതുപോലെ തന്നെ സഹായിക്കുന്നുണ്ട്. ബോഡി എന്ന് പറയുമ്പോൾ ബോഡിയിലുള്ള പാർട്ടുകളും സഹായിക്കുന്നുണ്ട്. മെയിനായിട്ട് ആ 2 പാർട്ടുകൾ എന്ന് പറയുന്നത് ഡയഫ്രം, അതുപോലെ രണ്ടാമത്തത് ഇൻ്റർകോസ്റ്റൽ മസിൽസ്. അപ്പോൾ ഡയഫ്രം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ലങ്സിൻ്റെ താഴത്തെ പോർഷനിലിരിക്കുന്ന ഡോം ഷേപ്ഡ് സ്ട്രക്ചറാണ് ഡയഫ്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്റർകോസ്റ്റൽ മസിൽസ് എന്താണ്? റിബ്സ് ഞാൻ പറഞ്ഞു. എന്താണ് റിബ്സ്? നമ്മുടെ ലങ്സിൻ്റെ സൈഡ് വാള് കവർ ചെയ്യുന്നതാണ് ഈ റിബ്സ്. അപ്പോൾ ഈ റിബ്സിൻ്റെ 2 റിബ്സുകൾ തമ്മിലുള്ള ഇടഭാഗം കവർ ചെയ്തിരിക്കുന്ന മസിൽസിനെയാണ് ഇൻ്റർകോസ്റ്റൽ മസിൽസ് എന്ന് പറയുന്നത്. അത് എക്സ്റ്റേണൽ ഇൻ്റർകോസ്റ്റൽ മസിൽസ് ഉണ്ട്, ഇൻറ്റേർണൽ ഇൻ്റർകോസ്റ്റൽ മസിൽസ് ഉണ്ട്. അപ്പോൾ ഈ 2 ആൾക്കാരും ഈ ഇൻസ്പിറേഷൻ എക്സ്പിറേഷനും ഒക്കെ സഹായിക്കുന്നുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് മെക്കാനിസം എന്നുള്ളത് നോക്കാം. ഇപ്പം നിങ്ങൾ ആ ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ട് കഴിഞ്ഞു. NCERTയിലോട്ട് പോകാം. Breathing involves 2 stages. Inspiration, during which the atmospheric air is drawn in, അതായത് അകത്തോട്ട് എടുക്കുക. Expiration, by which the alveolar air is released out. The movement of air into and out of the lungs is carried out by creating a pressure gradient between the lungs and atmosphere. അപ്പോൾ ഒരു പ്രഷർ ഗ്രേഡിയൻറ്റ് ലങ്സും അറ്റ്മോസ്ഫിയറും തമ്മിലുള്ള ഒരു പ്രഷർ ഗ്രേഡിയൻറ്റ് ഉണ്ടാക്കിയാൽ മാത്രമേ എയർ മൂവ്മെൻറ്റ് നടക്കത്തുള്ളൂ, ഇൻസ്പിറേഷനും എക്സ്പിറേഷനും നടക്കത്തുള്ളൂ. Next sentence. Inspiration can occur if the pressure within the lungs is less than the atmospheric pressure. അപ്പോൾ ഇൻസ്പിറേഷൻ്റെ കാര്യമാണ് നമ്മൾ ആദ്യം ഇനി പഠിക്കാൻ പോകുന്നത്. ഇൻസ്പിറേഷൻ നടക്കണമെങ്കിൽ അറ്റ്മോസ്ഫെറിക് പ്രഷർ ലങ്സിനുള്ള പ്രഷറിനേക്കാളും കൂടുതലായിരിക്കണം. കാര്യം എന്താണ്? ഇൻസ്പിറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശ്വാസം അകത്തോട്ട് വലിച്ചെടുക്കുന്നു. പ്രഷർ ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഹൈ കോൺസെൻട്രേഷനിൽ നിന്ന് ലോ കോൺസെൻട്രേഷനിലോട്ട് മാത്രമേ ഇവിടെ മോളിക്യൂൾസ് മൂവ് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ എയർ മൂവ് ചെയ്യത്തുള്ളൂ. അപ്പം അവിടെ അറ്റ്മോസ്ഫെറിക് എയറിൽ കൂടുതലായിരിക്കണം, ലങ്സിൽ കുറവായിരിക്കണം. അപ്പോൾ ലങ്സിലുള്ള പ്രഷറിനെ പറയുന്ന പേരാണ് ഇൻട്രാ പൾമണറി പ്രഷർ. ഈ ഇൻട്രാ പൾമണറി പ്രഷർ കമ്പയർഡ് ടു അറ്റ്മോസ്ഫെറിക് പ്രഷർ നെഗറ്റീവ് ആയിരിക്കണം. അതാണ് ആദ്യം ഇൻസ്പിറേഷന് വേണ്ട കാര്യങ്ങൾ. ഓക്കെ, there is a negative intra pressure in the lungs with respect to that of atmospheric pressure. മനസ്സിലായല്ലോ? യെസ്. Similarly, expiration takes place when the intrapulmonary pressure is higher than that of the atmospheric pressure. Expiration കാര്യം നമുക്ക് പിന്നെ പറയാം. ഇൻസ്പിറേഷൻ തീർത്തിട്ട് എക്സ്പിറേഷനിലോട്ട് വരാം. ഫസ്റ്റ് ഇൻസ്പിറേഷൻ തന്നെ പോകാം. അപ്പോൾ ഇവിടെ സഹായിക്കുന്ന ആൾക്കാരുടെ പേരുകളൊക്കെ നമ്മൾ പറഞ്ഞു. ഡയഫ്രം ഉണ്ട്, ഇൻ്റർകോസ്റ്റൽ മസിൽസ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. ഇനി ഇൻസ്പിറേഷൻ നടക്കുന്ന സമയത്ത് എന്താണ് നടക്കുന്നതെന്ന് നോക്കാം. Inspiration is initiated by the contraction of diaphragm, which increases the volume of thoracic chamber in the anterior posterior axis. അപ്പോൾ ഇൻസ്പിറേഷൻ നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇങ്ങനെ ഇരിക്കുന്ന ഡയഫ്രം, മേലെ ലങ്സ് ഉണ്ട് കേട്ടോ, ഇങ്ങനെ ഇരിക്കുന്ന ഡയഫ്രം കോൺട്രാക്റ്റായി സ്ട്രെയിറ്റ് ആകണം. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇങ്ങനെ ഇരിക്കുകയാണല്ലേ, ഇങ്ങനെയാണ് ഡോം ഷേപ്ഡായിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ ലങ്സ് ഉണ്ട്. അപ്പോൾ ഈ ഡയഫ്രം ഇങ്ങനെ ആകുമ്പോൾ ലങ്സിൻ്റെ സർഫസ് ഏരിയ കൂടുന്നു. ഇതാണ് ആൻറ്റീരിയോ പോസ്റ്റീരിയർ ഡയറക്ഷൻ അല്ലെങ്കിൽ ആക്സിസ്. ഇത് ലങ്സ്. അപ്പോൾ ഈ ഒരു ആക്സിസിൽ എന്ത് ചെയ്യുന്നു? ലങ്സ് എക്സ്പാൻഡ് ചെയ്യുന്നു. അപ്പോൾ ഡയഫ്രം ഇങ്ങനെ ഇരിക്കുകയാണ്, അത് ഇങ്ങനെയായി, അതായത് സ്ട്രെയിറ്റ് ആയി അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ആകുമ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ലങ്സ് കുഞ്ഞായിട്ടല്ലേ ഇരിക്കുന്നത്, ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ലങ്സ് വലുതാവും. അതാണ് സംഭവം. ആൻറ്റീരിയോ പോസ്റ്റീരിയർ ആക്സിസ് എക്സ്പാൻഡ് ആയി.
അപ്പോൾ തൊറാസിക് ചേംബർ എന്തായി, വോളിയം ഇൻക്രീസ്ഡ് ആയി. അപ്പോൾ ഈ ഡയഫ്രം ഇങ്ങനെ ആയപ്പോൾ വോളിയം ഇൻക്രീസ്ഡ് ആയി. വോളിയം ഇൻക്രീസ് ആകുമ്പോൾ നമുക്കറിയാം പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. വോളിയം കൂടിക്കഴിഞ്ഞാൽ പ്രഷർ കുറയും. അപ്പോൾ ഇവിടെ പ്രഷർ കുറഞ്ഞു, അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടി, അറ്റ്മോസ്ഫിയറിക് പ്രഷറിലുള്ള എയർ എല്ലാം കൂടി അകത്തോട്ട് കയറും. മനസ്സിലായോ? ഇതാണ് സംഭവം, ഇതാണ് ഞാൻ പറയാൻ പോകുന്നത് ഇനി. അപ്പോൾ the contraction of the external intercostal muscles lift up the ribs and the sternum, causing an increase in the volume of the thoracic chamber in the dorsoventral axis. അപ്പോൾ ആൻറ്റീരിയോ പോസ്റ്റീരിയോ ആക്സിസിലുണ്ടായ ചേഞ്ച് നമ്മൾ പറഞ്ഞു, ഡയഫ്രം കോൺട്രാക്ട് ചെയ്തിരിക്കുകയാണ്. അതുകൂടാതെ തന്നെ ഇപ്പോൾ എന്ത് ചെയ്യും, വോളിയം കൂടാൻ തുടങ്ങിയിട്ടുണ്ട്. ആൻറ്റീരിയർ പോസ്റ്റീരിയർ ആക്സിസ് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോർസോ വെൻട്രൽ ആക്സിസ്, അതായത് സ്റ്റേണം, അതുപോലെ തന്നെ റിബ്സും ഇന്റർകോസ്റ്റൽ മസിൽസും എക്സ്പാൻഡ് ചെയ്യും, കുറച്ചും കൂടി മേലോട്ട് എക്സ്പാൻഡ് ചെയ്യും. അതാണ് ഡോർസോ വെൻട്രൽ ആക്സിസ് എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ വോളിയം കൂടി, പ്രഷർ കുറഞ്ഞു, ഡിക്രീസ് ഇൻ ദ ഇൻട്രാ പൾമണറി പ്രഷർ. അപ്പോൾ പ്രഷർ ഗ്രേഡിയൻറ്റ് ഡെവലപ്പായി. അപ്പോഴത്തേനും അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ നിന്നുള്ള ഓക്സിജൻ അകത്തോട്ട് കയറുന്നു. The overall increase in the thoracic volume causes similar increase in the pulmonary volume. An increase in the pulmonary volume decreases the intrapulmonary pressure to less than the atmospheric pressure, which forces the air from the outside to move into the lungs. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ പ്രഷർ കുറയുമ്പോൾ അവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടുതലാണ്. അപ്പം അറ്റ്മോസ്ഫിയറിക് പ്രഷർ അകത്തോട്ട് ലങ്സിലോട്ട് കയറും. അതാണ് ഇൻസ്പിറേഷൻ. അപ്പോൾ എക്സ്പിറേഷൻ നടക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? എക്സ്പിറേഷൻ നടക്കുമ്പോൾ അതായത് ഇങ്ങനെ ഇരിക്കുന്ന കോൺട്രാക്റ്റ് ആയിട്ടിരിക്കുന്ന ഡയഫ്രം റിലാക്സ്ഡ് ആകുമ്പോഴത്തേനും അവിടെ എന്ത് സംഭവിക്കും? നമ്മുടെ ലങ്സിൻ്റെ അകത്തുള്ള ആ വോളിയം കുറയുന്നു. വോളിയം കുറയുമ്പോൾ പ്രഷർ കൂടുന്നു. പ്രഷർ കൂടുമ്പോൾ എന്ത് ചെയ്യും? തിരിച്ച് നമ്മുടെ സ്റ്റേണവും റിബ്സും ഒക്കെ ഇന്റർകോസ്റ്റൽ മസിൽസും ഒക്കെ നോർമൽ പൊസിഷനിലോട്ട് തിരിച്ചു വരുന്നു. അകത്ത് പ്രഷർ കൂടുമ്പോൾ ഈ പ്രഷർ കാരണം പുറത്ത് കുറവ് പ്രഷർ വരുന്നു. അപ്പോൾ അകത്തുള്ള പ്രഷർ കാരണം അവിടെ ഒരു പ്രഷർ ഗ്രേഡിയൻറ്റ് ഡെവലപ്പ് ചെയ്യുന്നു. ഈ പ്രഷർ നേരെ പുറത്തോട്ട് പോകുന്നു. ഏത് പ്രഷർ? അറ്റ്മോസ്ഫിയറിക് പ്രഷറിനോട്ട് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യിപ്പിക്കുന്നു. അതാണ് എക്സ്പിറേഷൻ പ്രോസസ്സ്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. Relaxation of the diaphragm and the intercostal muscles returns the diaphragm and sternum to their normal position and reduce the thoracic volume and thereby the pulmonary volume. This leads to increase in the intrapulmonary pressure to slightly above the atmospheric pressure, causing the expulsion of the air from the lungs. അതായത് എക്സ്പിറേഷൻ. അപ്പോൾ ആദ്യം കോൺട്രാക്ഷൻ നടന്നു, അത് കഴിഞ്ഞ ശേഷം അത് നോർമൽ പൊസിഷനിലോട്ട് തിരിച്ചു വരുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? അവിടുത്തെ പ്രഷർ കൂടുന്നു, ഇൻട്രാ പൾമണറി പ്രഷർ കൂടി. ആ പ്രഷർ കൂടുമ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാളും കുറച്ചും കൂടി കൂടിയ ലെവലായിരിക്കും. അപ്പോൾ അകത്ത് ഇന്ന് പ്രഷർ കൂടിയത് കാരണം ഈ മോളിക്യൂൾസ് എല്ലാം കാർബൺ ഡൈ ഓക്സൈഡ് എല്ലാം പുറത്തോട്ട് പോകുന്നു. അതാണ് എക്സ്പിറേഷൻ. We have the ability to increase the strength of the inspiration and expiration with the help of additional muscles in the abdomen. On an average, the healthy human breathes 12 to 16 times per minute. അത് മാർക്ക് ചെയ്ത് വെച്ചുള്ള എൻട്രൻസ് പോയിന്റ് ആണ്. ഒരു മിനിറ്റിൽ 12 മുതൽ 16 വരെ നമുക്ക് ബ്രീത്ത് ചെയ്യാനുള്ള കഴിവുണ്ട്. The volume of the air involved in the breathing movements can be estimated by the spirometer, which helps in clinical assessment of pulmonary function. Spirometer അതും മാർക്ക് ചെയ്ത് വെക്കുക. അതായത് നമുക്ക് ബ്രീതിങ് മൂവ്മെൻറ്റ്സ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്പൈറോമീറ്റർ വെച്ചിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും. പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നത് നമുക്ക് അങ്ങനെയാണ്. നമ്മളിപ്പോൾ ഈ ഫസ്റ്റ് ഇയറിൽ ഇപ്പോൾ നിങ്ങൾ കയറുകയൊക്കെ ആണെങ്കിൽ MBBS ആസ്പിറൻസ് ഒക്കെ NEET ആസ്പിറൻസ് ഒക്കെ കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ തന്നെ സ്പൈറോമെട്രിക് ചെയ്യാൻ കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റും എല്ലാം ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇതിൽ സിമ്പിൾ കൺസെപ്റ്റാണ് ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് പഠിക്കാനൊന്നുമില്ല. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഫേസ്ബുക്ക്, ടെലഗ്രാം, ഇൻസ്റ്റാഗ്രാം, യുവർ ക്വാറന്റൈൻ ടീച്ചർ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.